Third problem, the endpoint A of a line AB is 20 mm above HP and 15 mm in front of VP. The other endpoint B is 50 mm above HP and 60 mm in front of VP. Draw the projections of the line if the front view measures 55 mm. Find the true length and true inclinations of the line with HP and VP and find the traces. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ രണ്ട് എൻഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എൻഡ് പോയിൻ്റ് എ ഓഫ് എ ലൈൻ എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നൊരു ലൈനുണ്ട്, എ ബി. അതിൻ്റെ എൻഡ് പോയിൻ്റ് എനെ കുറിച്ച് എന്താ പറഞ്ഞത്? എ ഈസ് 20 mm എബോവ് എച്ച് പി, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 20 എബോവ് എച്ച് പി ആണ് ആൻഡ് 15 ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അതർ എൻഡ് പോയിൻ്റ് ബി ഈസ്, ബി എന്നുള്ള പോയിൻറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബി ഈസ് 50 mm എബോവ് എച്ച് പി, 50 mm എബോവ് എച്ച് പി ആൻഡ് 60 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഡ്രോ ദി പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ ഇഫ് ദ ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 55 mm. ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, 55 mm ആണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ മുകളിലാണ് വരയ്ക്കേണ്ടത്. അത് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള രൂപത്തിൽ ഡാഷുള്ള രൂപത്തിലായിരിക്കും വരിക, എച്ച് പിയുമായിട്ട് ബന്ധപ്പെട്ട അളവായതുകൊണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ താഴെയാണ് വരിക, അത് വി പിയുമായി ബന്ധപ്പെട്ട അളവായതുകൊണ്ട് ഡാഷ് ഇല്ലാതെയാണ് വരിക. ഈ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് കാണുമ്പോഴാണ് താഴെ, എബോവ് എച്ച് പി മുകളിൽ, ഇൻ ഫ്രണ്ട് ഓഫ് വി പി താഴെ, ബിഹൈൻഡ് വി പി ആണെങ്കിൽ മുകളിൽ. ഇവിടെ 50 എബോവ് എച്ച് പി എന്ന് കണ്ടു, മുകളിലാണ്, എച്ച് പിയുമായി ബന്ധപ്പെട്ട അളവായതുകൊണ്ട് ഡാഷുള്ള രൂപത്തിൽ എഴുതണം. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് കണ്ടതുകൊണ്ട് അത് താഴെയാണ് വരിക, അത് വി പിയുമായി ബന്ധപ്പെട്ട അളവായതുകൊണ്ട് ഡാഷ് ഇല്ലാത്ത രൂപത്തിൽ എഴുതണം. ഫ്രണ്ട് വ്യൂ 55, അപ്പോൾ എ ഡാഷ് ബി ഡാഷ് അത് 55 ആണ്. എ ഡാഷ് ബി ഡാഷ് ആണ് 55. നമുക്കൊരു എക്സ് വൈ ലൈൻ വരയ്ക്കാം. എക്സ് വൈ ലൈൻ കുറച്ചധികം നീളത്തിൽ വരയ്ക്കുക. ട്രേസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും എക്സ് വൈ ലൈനിന് കുറച്ച് നീളധികം വേണം. എന്നിട്ട് ഈ എൻഡിൽ കൊണ്ടുപോയി വരക്കരുത്, കുറച്ച് സ്ഥലം വിട്ടിട്ട് വരയ്ക്കുക. കാരണം ട്രേസൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് പോകും. സോ നമ്മളിവിടെ വരയ്ക്കുന്നു. ഏതാണ് ആദ്യം വരയ്ക്കേണ്ടത്? നമുക്ക് എ ഡാഷ് വരയ്ക്കാം. 20 എബോവ് എച്ച് പി, 20 എബോവ് എച്ച് പി, എച്ച് പിയിൽ നിന്ന് മുകളിലേക്ക് 20, എക്സ് വൈ ആക്സിൽ നിന്ന് മുകളിലേക്ക് 20. സോ 20 ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. 15 ഇൻ ഫ്രണ്ട് ഓഫ് വി പി, താഴേക്ക് 15, 10, 15. സോ ഇങ്ങോട്ട് 15, ഇതാ 15, 15 താഴേക്കും 20 മേലേക്കും. എക്സ് വൈ ആക്സിൻ്റെ മുകളിലേക്കുള്ളതിനെ ഡാഷുള്ള രൂപത്തിൽ എഴുതണം. അത് എബോവ് എച്ച് പി ആണ്. സോ എ എന്നുള്ള പോയിൻ്റ് അല്ലേ, സോ എ ഡാഷ്. താഴെയുള്ളത് എ ഡാഷ് എ മാർക്ക് ചെയ്തു. ഇനി ബി എന്നുള്ള പോയിൻ്റ് 50 എബോവ് എച്ച് പി ആണ്, 60 ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. പക്ഷേ അത് എവിടെയാണ്, എത്ര അകലത്തിലാണ്, അത് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലോക്കസ് വരയ്ക്കാൻ രണ്ടിൻ്റെയും. 50 എബോവ് എച്ച് പി, 50 മുകൾ ഭാഗത്തേക്ക് 50 എടുത്തിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, അതിലൂടെ ലോക്കസ് വരയ്ക്കുക. കാരണം ആ ലോക്കസിലായിരിക്കുമല്ലോ എലിവേഷൻ്റെയും ട്രൂ ലെങ്ത്തിൻ്റെയും ഒക്കെ എൻഡ് ചെന്ന് മുട്ടുന്നത്. സോ ഇവിടെ നമുക്കൊരു ലോക്കസ് വരയ്ക്കാം. ഇതിന് നമുക്ക് എം ഡാഷ് എന്ന് പേര് കൊടുക്കാം. ഇതേപോലെ താഴെയും ഒരു ലോക്കസ് വരയ്ക്കാം. 60 ഇൻ ഫ്രണ്ട് ഓഫ് വി പി, താഴേക്ക് 60 ആണ് എടുക്കേണ്ടത്. സോ താഴേക്ക് 60 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ആ 60യിലൂടെ ഒരു ലോക്കസ് ലൈൻ വരയ്ക്കുക. ഇങ്ങോട്ടുള്ള അകലാണ് കേട്ടോ 60. അതിപ്പോൾ ഇവിടെ നിന്ന് അളന്നെടുത്താലും വേണ്ടില്ല, ഇവിടെ നിന്ന് അളന്നെടുത്താലും വേണ്ടില്ല. 60 താഴേക്ക് അളക്കുക, എവിടെ എടുത്താലും വേണ്ടില്ല. എന്നിട്ട് അതിലൂടെ ലോക്കസ് ലൈൻ, അതിനെ നമുക്ക് എം എന്ന് മാർക്ക് ചെയ്യാം. അത് പ്ലാനിൻ്റെ ഭാഗത്തായതുകൊണ്ട്. ഇനി ഫ്രണ്ട് വ്യൂ 55 mm എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ഒരു എൻഡ് ഇവിടെ ആയിരിക്കുമല്ലോ എന്തായാലും വരിക, എ ഡാഷ്. ബി ഡാഷ് എവിടെയെന്നുള്ളതല്ലേ കിട്ടാത്തുള്ളൂ. അപ്പോൾ ബി ഡാഷ്
എന്തായാലും നമുക്കറിയാം ഈ ലോക്കസ് ലൈനിൽ എവിടെയോ ആണ് വരിക. പിന്നെ അതിൻ്റെ ലെങ്ത്ത് 55 ആയിരിക്കും വേണം. അപ്പോൾ എന്ത് ചെയ്യണം? കോമ്പസിൽ നമ്മൾ 55 എടുക്കുക. ഇതാ കോമ്പസിൽ 55 എടുത്തു. എന്നിട്ട് ഇവിടെ നീഡിൽ കുത്തിയിട്ട് 55-ൽ ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ലെങ്ത്ത് 55 ആയിരിക്കൂലേ, അതിൻ്റെ എൻഡ് പോയിൻ്റ് ഈ ഒരു ലോക്കസിൽ കിട്ടുകയും ചെയ്തു. നമുക്ക് പോയിൻ്റ് കിട്ടി. 55-ലുള്ള ആ ലൈൻ അങ്ങ് വരയ്ക്കുക. അതാണ് എലിവേഷൻ. ഫ്രണ്ട് വ്യൂ എലിവേഷൻ കിട്ടി. അത് നമുക്ക് A', B' എന്ന് പേര് വിളിക്കാം. ഇനി ഈ താഴെ ഭാഗത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്ലാൻ വരണ്ടേ? ആ പ്ലാന് കിട്ടാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? നമുക്കറിയാം എലിവേഷൻ്റെയും പ്ലാൻ്റെയും പ്രത്യേകത ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒരേ പെർപെൻഡിക്കുലറിൽ കിടക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ എൻഡ് പോയിൻറ്റുകളും ഒരേ പെർപെൻഡിക്കുലറിലായിരിക്കും കിടക്കുക. അപ്പോൾ നേരെ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്കിവിടെ അതിൻ്റെ പോയിൻ്റ് കിട്ടിയില്ലേ? സോ ഇതാണ് പ്ലാന്. അപ്പോൾ ഇവിടെ AB എന്ന് പറയുന്ന പ്ലാനും കിട്ടി. അപ്പോൾ ABയും കിട്ടി, A', B' കിട്ടി. ഇനി ട്രൂ ലെങ്ത് അല്ലേ കണ്ടത്? ട്രൂ ലെങ്ത്ത് കിട്ടാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് കിട്ടിയത് എലിവേഷനും പ്ലാനുമാണ്. ട്രൂ ലെങ്ത്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യം ആർക്കാണോ അതോ പെർപെൻഡിക്കുലർ ആണോ? ആദ്യം ആർക്കാണ് വരയ്ക്കുക. ട്രൂ ലെങ്ത്ത് തന്നിരിക്കുന്ന പ്രോബ്ലത്തിലാണ് ട്രൂ ലെങ്ത്തിൽ നിന്ന് ആദ്യം വരയ്ക്കുമ്പോഴാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുക. പ്ലാനിൽ നിന്നും എലിവേഷനിൽ നിന്നും നമ്മൾ വരയ്ക്കൽ തുടങ്ങുമ്പോൾ ആദ്യം ആർക്കാണ് വരയ്ക്കുക. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊരു ഹൊറിസോണ്ടൽ വരയ്ക്കണം. ഇവിടെയും ഈ ലൈനിൻ്റെ അടിഭാഗത്തൊരു ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഇതിൻ്റെ അടിഭാഗത്തും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇപ്പോൾ താഴെ ഭാഗത്താണ് നമുക്ക് ട്രൂ ലെങ്ത്ത് ആദ്യം കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ മേലെ ഭാഗത്ത് നിന്ന് തുടങ്ങണം. മേലെ ഭാഗത്തുള്ള ഈ എലിവേഷൻ്റെ ഈ എൻഡിൽ കോമ്പസ് കുത്തി ഇത് നേരെ ആർക്ക് അതിൻ്റെ അടിഭാഗം വരെ. ആർക്ക് വരയ്ക്കുമ്പോൾ എപ്പോഴും ആ സ്വന്തം ലൈനിൻ്റെ അടിഭാഗം വരെ എത്താവൂ. സോ ഈ ലൈനിൽ നിന്ന് ആർക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം വരെ എത്താവൂ. ഇവിടെ വരെ എത്തി. എന്നിട്ട് പിന്നീട് പെർപെൻഡിക്കുലർ വരയ്ക്കുക ഓപ്പോസിറ്റ് സൈഡിലെ ലോക്കസ് വരെ. സോ ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക ലോക്കസിലേക്ക്. പോയിൻ്റ് കിട്ടി. ഈ പോയിൻറ്റിലേക്ക് ലൈൻ വരയ്ക്കുക. അതായിരിക്കും താഴെ ഭാഗത്ത് കിട്ടുന്ന ട്രൂ ലെങ്ത്ത്. സോ ഇവിടെ ട്രൂ ലെങ്ത്ത് കിട്ടി ഈ പോയിൻ്റ് വരെ. അതിന് നമുക്ക് AB1 എന്നിവിടെയും. ഇനി മുകൾ ഭാഗത്ത് ട്രൂ ലെങ്ത്ത് എങ്ങനെ കിട്ടും? മുകൾ ഭാഗത്ത് ട്രൂ ലെങ്ത്ത് കിട്ടാൻ ഈ താഴെ ഭാഗത്തുള്ള പ്ലാനിൽ നിന്ന് തുടങ്ങണം. ഇപ്പോൾ കോമ്പസ് ഈ പ്ലാനിൻ്റെ അടിഭാഗത്ത് A എന്നുള്ള പോയിൻറ്റിൽ കോമ്പസിൻ്റെ നീഡിൽ വെക്കുക. ഈ B എന്നുള്ള പോയിൻറ്റിൽ പെൻസിൽ വെക്കുക. എന്നിട്ട് ആർക്ക് വരയ്ക്കുന്നു ഈ ലൈനിൻ്റെ തന്നെ അടിഭാഗം വരെ. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഈ പോയിന്റിൽ നിന്ന് ഇനി പെർപെൻഡിക്കുലറാണ് പോകേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോക്കസിലേക്ക്. സോ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോക്കസിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയില്ലേ? ആ പോയിൻറ്റിലേക്ക് ലൈൻ വരയ്ക്കുക. അതാണ് ഇവിടെയുള്ള ട്രൂ ലെങ്ത്ത്. ഇനി ഈ രണ്ട് ട്രൂ ലെങ്ത്തുകളും ഒരേ ലെങ്ത്ത് ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് അളന്നാൽ കിട്ടുന്ന അളവ് എത്രയുണ്ടോ അത് തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ അളന്നു കഴിഞ്ഞാൽ ഏകദേശം 74-75 എന്നുള്ള രൂപത്തിൽ 74 കിട്ടുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ 74 കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും ട്രൂ ലെങ്ത്ത് സെയിം ആയിരിക്കും. ഇനി ട്രേസ് എങ്ങനെ കിട്ടും? A', B' എക്സ്റ്റെൻഡ് ചെയ്താൽ XY ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് H' എന്ന് കൊടുക്കുക. അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിലേക്ക് AB എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ നമുക്ക് HT കിട്ടും. അതേപോലെ ABയെ എക്സ്റ്റെൻഡ് ചെയ്താൽ XY ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് V എന്ന് കൊടുക്കുക. അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിൽക്ക് A', B' എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റാണ് VT. അപ്പോൾ A', B' എക്സ്റ്റെൻഡ് ചെയ്യുന്നു. A', B' എക്സ്റ്റെൻഡ് ചെയ്യുക. അത് XY ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് H' എന്ന് കൊടുക്കുന്നു. അതിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് ABയെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതാണ് HT. ഇനി ABയെ എക്സ്റ്റെൻഡ് ചെയ്ത് XY ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് V എന്ന് മാർക്ക് ചെയ്യുക. അതിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക.
ആ പെർപെൻഡിക്കുലറിലേക്ക് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റാണ് വി ടി. ഇനി തന്നിരിക്കുന്ന അളവുകളെല്ലാം ഇവിടെ മാർക്ക് ചെയ്യണം. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എടുത്തെഴുതും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ ഡാഷ് എ എന്നുള്ളതിൻ്റെ ഈ ഒരു അളവ് തന്നിട്ടുണ്ട്. മേലേക്ക് എത്രയായിരുന്നു? 20 mm എബോവ് എച്ച് പി, 20 എബോവ് എച്ച് പി, താഴേക്ക് 15 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇവിടെ എക്സ് വൈ ആക്സിസ് മാർക്ക് ചെയ്യണേ. മേലേക്ക് 50 എബോവ് എച്ച് പി, 60 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഫ്രണ്ട് വ്യൂ 55 mm. ഫ്രണ്ട് വ്യൂ ഒന്നുകിൽ നിങ്ങൾക്ക് 2 ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന ആർക്കിനെ കുറച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് ആയിട്ടും കാണിക്കാം. എങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല. സോ ദിസ് ലൈൻ mm. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ദ ട്രൂ ലെങ്ത്. അപ്പോൾ ട്രൂ ലെങ്ത് കാണണം. ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻസ് ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. ട്രൂ ഇൻക്ലിനേഷൻസ് വിത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറയുമ്പോൾ ഈ ട്രൂ ലെങ്ത്ത് മേലെ ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിളും ഈ ട്രൂ ലെങ്ത്ത് ഇവിടെ താഴെ ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിളും. ഈ ആംഗിൾ തീറ്റയാണ്, ഈ താഴെ ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആണ്. അത് കാണണം. ഈ ട്രൂ ലെങ്ത്ത് അത് എത്രയാണെന്നുള്ളത് കാണണം. സോ ഇവിടെ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രൂ ലെങ്ത്ത് ഓൾമോസ്റ്റ് 73, 74. ഇവിടെയും അത് തന്നെ ആയിരിക്കണം, സെയിം വരുന്നുണ്ട്. സോ ട്രൂ ലെങ്ത്ത് കിട്ടുന്നത് 74 mm. ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഒന്ന് തീറ്റയാണ്, മറ്റൊന്ന് ഫൈ ആണ്. ട്രൂ ലെങ്ത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ. സോ ഇവിടെ അളന്നു കഴിഞ്ഞാൽ 25, തീറ്റ ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി ആൻഡ് ഫൈ എന്നുള്ളത് 38 ഡിഗ്രി. 38 ഡിഗ്രി. സോ ഇതോടെ ഈ പ്രോബ്ലം പൂർത്തിയായി. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യാം.